കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പൗരോഹിത്യത്തെക്കുറിച്ചാണ്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞ "ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം" എന്ന വചനത്തിൻ്റെ പൂർണ്ണ അർത്ഥം ഗ്രഹിക്കുന്നതും. പുറപ്പാട് പുസ്തകം 29 അധ്യായമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ശുദ്ധീകരിക്കുന്നതും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യുന്നതുമാണ്. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടത് എന്തെന്നാൽ, ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത 2 ആട്ടുകൊറ്റനെയും കൊണ്ടുവരുവാൻ ദൈവം കൽപ്പിക്കുന്നു. ആദ്യത്തെ പുരോഹിതനാണ് അഹരോൻ. എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു പൗരോഹിത്യ സംസ്കാരം കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭയെ നയിക്കേണ്ടുന്നത് ഒരു പുരോഹിതനായിരിക്കണം. പുരോഹിതന് മാത്രമേ സഭയെ വിളിക്കാൻ അധികാരമുള്ളൂ. സഭയെ വിളിച്ചത് യേശുക്രിസ്തുവാണ് എന്ന് നമ്മൾ പ്രവർത്തികളുടെ പുസ്തകം 11 അധ്യായത്തിൻ്റെ 19 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ മുന്നോടിയായിരുന്നു അഹരോൻ്റെ പൗരോഹിത്യം. അനേകായിരങ്ങൾ തിരിച്ചറിവില്ലാതെ കർത്താവെന്ന് നാവുകൊണ്ട് പറയുകയും കർത്താവിനെ അറിയാതിരിക്കുകയും ചെയ്യാൻ കാരണം ഈ പൗരോഹിത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന സത്യം അവർ തിരിച്ചറിയുന്നില്ല. പുരോഹിതൻ എന്നാൽ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കാർമ്മികനാണ്. അതിനാൽ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ബലി, അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മയാചരണം എന്നിവ ഓർമ്മിപ്പിക്കുക എന്നതാണ് സഭയിലെ ഇന്നത്തെ ഓരോ പുരോഹിതൻ്റെയും പ്രധാന കടമ. സ്വയം പ്രഖ്യാപിത പൗരോഹിത്യത്തിന് ഇതൊന്നും അനുവദനീയമല്ല. കാരണം സഭ എങ്ങനെയാണ് പണിതിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറഞ്ഞു, ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരാലും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. എഫേസ്യർ 2:20 ഞാൻ വായിച്ചത്. ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്നതിന് ഇത്ര മഹനീയവും മഹത്വവും ഉളവാക്കി ദൈവം എന്തിന് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഇവിടെ വരാം. അതിന് പ്രധാനമായും ഒരേ ഒരു കാരണമാണുള്ളത്. ഈ പൗരോഹിത്യം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെയും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് പൗരോഹിത്യ അവരോഹണം ഇത്ര ഭംഗിയാക്കിയും വിശുദ്ധിയും വെടിപ്പുമുള്ളതാക്കി മാറ്റുവാൻ കാരണം. ഇത് അന്ന് മോശയ്ക്കോ അഹരോനോ അറിയുമായിരുന്നില്ല. ഇന്ന് ഇത് മനസ്സിലാക്കാതെ പൗരോഹിത്യത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടെന്നത് ആശ്ചര്യകരമാണ്. പൗരോഹിത്യത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജീവിത വിശുദ്ധിയും നീതിയും സത്യവും ധാർമ്മിക സമഗ്രതയും ദൈവിക അർപ്പണവും അത്യാവശ്യമാണ്. പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കണമെങ്കിൽ ഒരാൾ ശുദ്ധനായിരിക്കണം. അതിന് ശാരീരിക ശുദ്ധി, മനഃശുദ്ധി, ഹൃദയ വിശുദ്ധി ഇതെല്ലാം ആവശ്യമെന്ന് മാത്രമല്ല അത്യാവശ്യവുമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടുന്നത് സ്വയം ശുദ്ധീകരിക്കുക എന്നതായിരുന്നു. മാത്രമല്ല, സഭയെ വിളിക്കുന്നതും സഭയെ നയിക്കേണ്ടുന്നതും ഒരു പുരോഹിതന് മാത്രം അവകാശപ്പെട്ടതാണ്. പൗരോഹിത്യത്തെ നിഷേധിക്കുന്നവർക്ക് സഭയെ വിളിക്കാനോ ഒരു സഭയെന്ന പേരിൽ ഒന്നായി ആരാധിക്കാനോ അവകാശമില്ല എന്നതാണ് സത്യം. ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത 2 ആട്ടുകൊറ്റനെയും കൊണ്ടുവരണമെന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. എബ്രായർ 5:1 ഞാൻ വായിച്ചത്. ഒരു പുരോഹിതൻ പാപരഹിതനായിരിക്കണം. എന്നാൽ മനുഷ്യനാകയാൽ അത് അസാധ്യമാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പുരോഹിതൻ ആദ്യം സ്വയം പാപങ്ങളുടെ മോചനത്തിനായി ബലി കഴിക്കേണ്ടിയിരുന്നത്. പൗരോഹിത്യ സ്വീകരണത്തിനായി മോശ അഹരോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളത്തിൽ കഴുകണം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ പാപത്തിൻ്റെ ഫലമായ മാലിന്യം നീക്കി ശുദ്ധീകരിക്കപ്പെടണം എന്നതിൻ്റെ പ്രകടനമായി ഇത് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നടത്തേണ്ടതായിരുന്നു. അഹരോനെയും പുത്രന്മാരെയും പുരോഹിത സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് ദൈവം മോശയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അവ പ്രധാനമായും 3 യാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. അവ പരസ്പരം വേർതിരിക്കപ്പെട്ടിരുന്നെങ്കിലും
പ്രായശ്ചിത്തം ചെയ്യുന്ന തരത്തിലുള്ളവയായിരുന്നു അവ എന്ന് വ്യക്തമാണ്. 1. വെള്ളത്തിൽ കഴുകുക. 2. വിശുദ്ധ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. വിശുദ്ധ വസ്ത്രങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവരെ എണ്ണയിൽ അഭിഷേകം ചെയ്യുക, തുടർന്ന് പ്രത്യേക യാഗങ്ങളാൽ ചടങ്ങ് പൂർത്തിയാക്കുക. കാളയെ എന്തിനായി ഉപയോഗിക്കുന്നു എന്ന് 11 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെയാണ്: അഹരോനും അവൻ്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവെക്കണം. പിന്നെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ മുമ്പാകെ കാളയെ അറുക്കണം. കാളയുടെ രക്തം കുറേ എടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ പുരട്ടി ശേഷമുള്ള രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം. കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ് ഒക്കെയും കരടിന്മേലുള്ള വപയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളയണം. ഇത് പാപയാഗം. പാപയാഗത്തിനായിട്ടാണ് കാളയെ ഉപയോഗിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇനി ആട്ടുകൊറ്റനെ എന്തിനായിട്ട് എന്ന് 15 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ പഠിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യക്തമായി പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.